നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് സമാപനം. പിലാത്തറ ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. ഞായറാഴ്ച പുലർച്ചെയോടെ ബസ്സും ടാങ്കറും കൂട്ടിയിടിച്ചു. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ EMS AKG സ്മൃതി പ്രഭാഷണ പരമ്പര സമാപിച്ചു. സക്രിയമായ പ്രതിരോധം തീർക്കുന്ന കീഴാളരോടൊപ്പമാണ് നാം നിലകൊള്ളേണ്ടതെന്ന് ഡോക്ടർ അനിൽ ചേലേമ്പ്ര. കശുവണ്ടി വില കുതിച്ചുയരുമ്പോഴും ഉൽപാദനം കുറയുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. പുതിയ കാലത്തെ കഥകളിൽ മിക്കവയും സാങ്കേതികതയിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും ഇത്തരം കഥകൾക്ക് ആത്മാവില്ലെന്നും കഥാകൃത്ത് ഷിഹാബുദ്ദീൻ കൊയ്ത്തുംകടവ്. വാർത്തകൾ വിശദമായി. പിലാത്തറ ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. ഏഴിലൂടെ ചക്ലിയ കോളനിക്ക് സമീപം ടൂറിസ്റ്റ് ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. സംഭവം ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ. മംഗലാപുരത്ത് നിന്നും പാചകവാതകവുമായി വരുന്ന ടാങ്കർ ലോറിയും പാലക്കാട് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് ടാങ്കർ ലോറിയിലെ ഡ്രൈവർ പറയുന്നു. അപകടത്തിൽ വാതക ചോർച്ചയില്ലാത്തത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. താവം ഫാത്തിമ മാത ദേവാലയത്തിൽ വിശുദ്ധവാര തിരുകർമ്മങ്ങൾ സമാപിച്ചു. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. സമഗ്രമായ മനുഷ്യവിമോചനം സാധ്യമാക്കാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയ ത്യാഗോജ്വലമായ അന്തിമ നിമിഷങ്ങളാണ് ക്രൈസ്തവർ ഈ ആഴ്ചയിൽ അനുസ്മരിച്ചത്. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുക എന്നതാണ് പഴയ നിയമത്തിലെ പെസഹ. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുക, അതാണ് പുതിയ നിയമത്തിൻ്റെ സന്ദേശം. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി സ്വയം ബലിയായി കാൽവരിയിൽ കുരിശിൽ മരിക്കുന്നു. യേശുവിൻ്റെ രക്തം മനുഷ്യകുലത്തെ സർവ്വപാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. മരണത്തെ അതിജീവിച്ച് ജീവനെ പുൽകിക്കൊണ്ട് യേശുക്രിസ്തു 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണ, കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നവചൈതന്യം ലോകം മുഴുവൻ നിറയുന്നു. ഉയർപ്പ് ഞായർ ദിനത്തിൽ നടന്ന ദിവ്യപൂജയിൽ നിരവധി വിശ്വാസികളാണ് താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ ഡിക്സൺ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മനുഷ്യൻ ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സക്രിയമായ പ്രതിരോധം തീർക്കുന്ന കീഴാളരോടൊപ്പമാണ് നാം നിലകൊള്ളേണ്ടതെന്ന് ഡോക്ടർ അനിൽ ചേലേമ്പ്ര. പയ്യന്നൂർ EMS പഠന കേന്ദ്രം സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായാണ് 3 ദിവസങ്ങളിലായി ഗാന്ധി പാർക്കിൽ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച കലാലയങ്ങൾ അശാന്തരാകുമ്പോൾ എന്ന വിഷയത്തിൽ ഡോക്ടർ V ശിവദാസൻ പ്രഭാഷണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടന്ന പ്രഭാഷണ പരമ്പരയിൽ കീഴാള ബൗദ്ധിക പാരമ്പര്യവും ഇന്ത്യൻ ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ചേലാമ്പ്ര പ്രഭാഷണം നടത്തി. ഭരണകൂടത്തിന്റെ ഭീകരമായ സാന്നിധ്യം ജീവിതത്തിലുടനീളം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. മറ്റൊന്ന്, ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് സവിശേഷമായി രൂപപ്പെട്ടു വരുന്ന ഈ ഹിന്ദുത്വ അധീശ ശക്തിയുടെ ആവിർഭാവമാണ്. ഇത് രണ്ടും ചേർന്ന് ഭരണകൂടം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ തന്നെ, ഒരു സംവിധാനത്തെ തന്നെ വളരെ ക്രൂരമായ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഭരണകൂടം ഭീകരമായ നയവുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും വർഗസമരത്തെ ഇപ്പോൾ സമരസപ്പെടുത്തുകയാണിവരെന്നും അദ്ദേഹം പറഞ്ഞു.
GD നായർ, പ്രൊഫസർ K ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. കശുവണ്ടിക്ക് കിലോയ്ക്ക് വില 112 എത്തിയിട്ടും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തുടക്കത്തിൽ തന്നെ മോഹവില കിട്ടിയിട്ടും കശുവണ്ടി കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. കശുവണ്ടിക്ക് കിലോക്ക് 112 രൂപയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വില കൂടിയിട്ടും ഉൽപാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 1/3 കശുവണ്ടി പോലും ഇത്തവണ വിപണിയിൽ എത്തിയിട്ടില്ല. മാർച്ച് മാസങ്ങളിൽ ദിനംപ്രതി 4-5 ലോഡ് കയറ്റി അയച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ ആഴ്ചയിൽ 1-2 ലോഡ് എന്ന നിലയിലേക്ക് താഴ്ന്നു. കാലാവസ്ഥയിലെ വ്യതിയാനമാണ് കശുവണ്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷം വൻതോതിൽ പൂക്കരിച്ചിലിനിടയാക്കിയിരിക്കുകയാണ്. കശുവണ്ടിയുടെ മികച്ച ഉൽപാദന കാലമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലഭിക്കുന്ന മഴയാണ് കശുവണ്ടിയുടെ ഉൽപാദനത്തെ നിർണ്ണയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ മാർച്ച് അവസാനിക്കാറായിട്ടും ഒരു മഴ പോലും ലഭിച്ചില്ല. ഉയർന്ന അന്തരീക്ഷമർദ്ദവും മൂടിക്കെട്ടിയ കാലാവസ്ഥയും മൂലം തേയില കൊതുകിൻ്റെ ആക്രമണം വർദ്ധിച്ചതാണ് വൻതോതിലുള്ള ഉൽപാദനക്കുറവിന് കാരണമായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കശുമാവ് പൂത്തിട്ട് പോലുമില്ല. കാട് വെട്ടിയതിൻ്റെ കൂലിക്കുള്ള കശുവണ്ടി പോലും ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ പല തോട്ടങ്ങളിലും കാട് മൂടിയിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സാധനം തീരെയില്ല, ഇറക്കം കുറവാണ്. അതുകൊണ്ട് 100 മേലെ 110 വരെ വില വന്നു, സാധനം കിട്ടാനില്ല. ആ അവസ്ഥയിലുള്ളത് സാധനം തീരെ കമ്മിയാണ്, വില നല്ലോണമുണ്ട്. മുൻ വർഷത്തേക്കാൾ ആവശ്യം കൂടുതലാണ്. മുമ്പ് ഈ സമയത്ത് 80 രൂപ വിലയുള്ളൂ. മുൻകാലങ്ങളിൽ ഉൽപാദനത്തിൻ്റെ തുടക്കത്തിൽ നല്ല വില ലഭിക്കുമെങ്കിലും ഉൽപാദനം വർദ്ധിക്കുന്നതോടെ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം കിലോക്ക് 100 രൂപ തുടക്കത്തിൽ ലഭിച്ചെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അത് 70ലേക്ക് താഴ്ന്നിരുന്നു. വിപണിയിൽ സർക്കാർ നിയന്ത്രണം ഒന്നും ഇല്ലാത്തതിനാൽ ഇടനിലക്കാർ മത്സരിച്ച് വില കുറപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ 105 രൂപക്കാണ് വിപണനം തുടങ്ങിയതെങ്കിലും മാർക്കറ്റിലേക്ക് കശുവണ്ടിയുടെ വരവ് കുറഞ്ഞതോടെയാണ് 1-2 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്നത്. 1 കിലോ റബ്ബറിന് ലഭിക്കുന്നതിനേക്കാൾ വിലയാണ് 1 കിലോ കശുവണ്ടിക്ക് ലഭിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. തൃക്കരിപ്പൂർ മട്ടമ്മലിൽ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മർദ്ദിച്ചതായി പരാതി. വഴിയോരത്തെ തെങ്ങുകൾ മുറിച്ചുമാറ്റുന്നതിനിടെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ 4 വനിതകളും തന്റെ തെങ്ങുകൾ മുറിച്ചുമാറ്റുന്നത് തടയാൻ ചെന്നപ്പോൾ ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമായി മുൻ പഞ്ചായത്ത് അംഗം CJ ജാസ്മിനും തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃക്കരിപ്പൂർ മെട്ടമലിലെ ബീച്ച് റോഡിൽ വാട്ടർ ടാങ്ക് പഴയ കള്ളഷാപ്പ് റോഡ് വീതി കൂടുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉടലെടുത്തത്. വഴിയോരത്ത് സ്ഥിതി ചെയ്യുന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റാൻ റോഡിൻ്റെ ഉപഭോക്താക്കളും രാഷ്ട്രീയ നേതാക്കളുമുള്ള ധാരണ പ്രകാരമാണ് മുറിച്ചതെന്ന് മർദ്ദനമേറ്റ് ആശുപത്രിയിലെത്തിയ മെട്ടമലിലെ ആയിഷ, ബുഷറ, സെറീന, സുശീല തുടങ്ങിയവർ പറയുന്നു. ജാസ്മിനോട് മുറിച്ചതിന് സ്ഥലമായിട്ട് ചോദിച്ചിട്ടില്ല. നമ്മളെ കഴിക്കാന്നില്ല തെങ്ങിന് അമ്മ മുറിച്ച് മാറ്റാനാന്ന് അമ്മ എന്നിട്ട് അമ്മ എല്ലാവരും കൂടിയിട്ട് ആ തെങ്ങ് മുറിച്ച് മാറ്റുമ്പോൾ അത് ഈ പ്രശ്നം അത് അമ്മ എല്ലാവരും മുഖേന തന്നെ മെമ്പറടക്കം സത്താർസ വരെ പറഞ്ഞ് മുറിച്ചോന്ന് പറഞ്ഞത്. എന്നിട്ട് പോലീസിന് പരാതി കൊടുത്താൽ പോലീസ് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ തെങ്ങ് മുറിച്ചോന്ന് വഴിയാക്കണ്ടന് ഈ വഴി ഇവർക്ക് വേണ്ട തന്നെയാണ്. മഴക്കാലം വന്നാൽ നമ്മുടെ കുട്ടികൾക്കും വയസ്സിലും പ്രായമില്ലാക്കെല്ലാം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അമ്മ എല്ലാവരും കൂടിയിട്ട് ആ തെങ്ങ് മുറിച്ച് മാറ്റിയത്. ആ തെങ്ങ് മുറിച്ച് മാറ്റുമ്പോൾ വേറെ പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളെ തടുത്തിട്ട് ഇതാക്കി അമ്മ അങ്ങോട്ടോട്ട് വാക്കായി ജാസ്മിനെ എന്നെ ചീത്ത വിളിച്ചാൽ കാതർന്ന് പറഞ്ഞാൽ അവളെ അന്യത്തിൻ്റെ ഭർത്താവ് വന്ന് എൻ്റെ കൈ പിടിച്ച് തിരിച്ച് തറപ്പരട്ടിയും തകർക്ക്. ഞാൻ അവിടെ വീണ് എന്നിട്ട് ഇവരെ ബാക്കിയില്ലാക്കെല്ലാം പിടി ബലിയായി ഇവിടെ ചവിട്ടിയിട്ടാലും നടുവിന് പരിക്ക്. ഇവർ കഴുത്ത് ആയിഷ എന്ന് പറയാൻ കഴുത്ത് പിടിച്ച് പറ്റി, സെറീന എന്ന് പറയാൻ നടുവിന് അടിവെട്ടി, സുശീലക്കും അങ്ങനെ അടിവെട്ടി. തന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തുള്ള തെങ്ങ് മുറിച്ചു മാറ്റുന്നത് തടയാൻ ചെന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം CJ ജാസ്മിൻ പറഞ്ഞു. റോഡിന് കൊടുത്തിട്ട് ഇപ്പം എൻ്റെ സമ്മതമില്ലാണ്ട് രാവിലെ എൻ്റെ തെങ്ങെല്ലാം മുറിച്ചില്ല സാറ്. നമ്മൾ സമ്മതമില്ലാതെ എന്നിട്ട് ആരിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്സിനെ വെച്ച് കീറിയിട്ട് നോക്കി എല്ലാം വെച്ച് കീറി അടിച്ചിട്ട് ഈ പുസ്തകമാണ് പറഞ്ഞവരും സുരേന്ദ്രന് വല്ല തള്ളി മാറ്റിയിട്ട് സാറ് ഞാൻ തെങ്ങ് മുറിക്കുന്നതിന് തടഞ്ഞേ നമുക്ക് ഒരാൾ കയറിയില്ല. സംഭവത്തിൽ ചന്ദേര പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയ കാലത്തെ കഥകളിൽ മിക്കവയും സാങ്കേതികതയിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും അത്തരം കഥകൾക്ക് ആത്മാവില്ലെന്നും അവയുടെ ആയുസ് ഹ്രസ്വകാലത്തേക്കേ ഉള്ളൂ എന്നും പ്രശസ്ത കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കാലത്തും നല്ല കഥയും ചീത്ത കഥയും ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് കുറെ കൂടി ഈ കഥ സാങ്കേതികപരമായിട്ട് മാറുന്നുണ്ട്. സാങ്കേതികമായ ഒരു ജീവി മാത്രമല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ. അതിനെ അനുഭൂതികൾ കൊണ്ടുണർത്താൻ എഴുത്തുകാരനും മറ്റ് കലാകാരന്മാർക്കൊക്കെ സാധിക്കണം. ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം നോക്കുക, എത്രയോ പാട്ടുകൾ നമ്മൾ ഓരോ സിനിമയിലും വരും. പക്ഷെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന എത്ര പാട്ടുകളുണ്ട്, വരികൾ ഓർത്തു വെക്കാൻ പറ്റുന്ന. കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് പറയുന്ന ഭാസ്കരമാഷ ആ പാട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പാട്ട് ഏത് പണ്ഡിതനും പാമറിനും ഒക്കെ മനസ്സിലാവുന്ന അവൻ്റെ ജീവിതാനുഭവമായിട്ട് അത്തരത്തിലുള്ള അനുഭൂതികളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. പുതിയ എഴുത്ത് സാഹിത്യത്തിലായാലും ജീവിത സ്പർശം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ജീവിതത്തിൻ്റെ സാധാരണ സത്യത്തിനപ്പുറത്തേക്ക് ഉള്ള ആന്തരിക സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ദൗത്യമാണ് എല്ലാ സർഗാത്മക സാഹിത്യകാരന്മാരും ചെയ്യുന്നത്. കഥാകൃത്തായാലും കവിയായാലും ഒക്കെ ചെയ്യുന്നത് ഈ രീതിയാണ്. ഈ നോവലിസ്റ്റ് ആയാലും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആന്തരികമായുള്ള അത്തരം സത്യങ്ങളെ അനാവരണം ചെയ്യുന്ന തരത്തിലുള്ള എഴുത്ത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഡിവൈഎഫ്ഐ ചാമക്കാവ് യൂണിറ്റ് കലാഭവൻ മണിയെ അനുസ്മരിച്ചു. ചലച്ചിത്ര താരം ഇർഷാദ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു പോയി, അത് കഴിഞ്ഞ് അതിൽ ഇർഷാദ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. നിലയ്ക്കുന്നില്ല മണിമുഴക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ അധ്യക്ഷനായി, ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി എ വി രഞ്ജിത്ത്, വെള്ളൂർ നോർത്ത് സെക്രട്ടറി ടി വി ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. ആശിഷ് പി വി, എൻ നിതിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അനുസ്മരണ യോഗത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് ചിലമ്പുലി അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിനു മുത്തത്തിയുടെ കവിതാ സമാഹാരം ചാറ്റൽ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ പി രാജഗോപാലിൽ നിന്നും ടി എ മധുസൂദനൻ പുസ്തകം ഏറ്റുവാങ്ങി. ബ്ലോഗിനൊക്കെ നമ്മൾ അവലംബിക്കുന്നു. ഇന്നിപ്പോഴും നമുക്കറിയാം പുസ്തക രൂപത്തിൽ അത് വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ പോലെ തമാശ മട്ടിലാണ് കാര്യങ്ങൾ, ഏത് കാര്യങ്ങളും തമാശ മട്ടിൽ അവതരിപ്പിക്കുക. KSTA മാടായി ഉപജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. KV പ്രശാന്തകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. TS രാമചന്ദ്രൻ അധ്യക്ഷനായി. VP മോഹനൻ, കൃഷ്ണൻ നടുവിലത്ത്, R ഉണ്ണിമാധവൻ, TV ഗണേശൻ, K ശശീന്ദ്രൻ, TM രാമചന്ദ്രൻ, K അജയൻ, CV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വിനു മുത്തത്തി മറുപടി പ്രസംഗവും നടത്തി. കരിവെള്ളൂർ സെൻട്രൽ ALP സ്കൂൾ ശതാബ്ദി ആഘോഷം സമാപിച്ചു. കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഒരു അഭിമാനകരമായ ഒരു ഉദ്യമമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. ഇന്നിപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ വേദിയിലുള്ള പ്രഗത്ഭ മതികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ സമ്മേളനം അർത്ഥപൂർണമാവുകയാണ് ചെയ്യുന്നത്. ഡിസംബർ മുതൽ നടന്നുവന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാംസ്കാരിക പ്രഭാഷണവും ലോഗോ പ്രകാശനം ചെയ്ത ബാലൻ പാലായ്ക്കുള്ള ഉപഹാര സമർപ്പണവും കുരീപ്പുഴ ശ്രീകുമാർ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് എന്നിവർ നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP വാസു സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV നാരായണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം PR പൊന്നമ്മ ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി PV സുരേഷ്, C അജയകുമാർ, TV നാരായണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നൃത്യങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU കുടുംബസംഗമം രാമന്തളി OK മന്ദിരത്തിൽ നടന്നു. C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അതിന് പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ആ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ
ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായാലും കേരളം ഭരിക്കുന്ന പാർട്ടിയായാലും ഈ രണ്ട് ഗവൺമെന്റുകളും നടപ്പിലാക്കുന്ന നയങ്ങൾ മാറണം. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനപക്ഷ നയം അത് നടപ്പിലാക്കപ്പെടണം. അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് ഇടതുപക്ഷം. കെ ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. കെ രാഘവൻ, ഒ.കെ. ശശി എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സ്പോർട്സ് ഫൗണ്ടേഷൻ എരിപുരം സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഉത്തര കേരള വോളിക്ക് തുടക്കമായി. മാടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ സംഘടിപ്പിച്ച രണ്ടാമത് വോളി മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. എം പവിത്രൻ, എ വി സനൽ, സുധീർ വെങ്കരാജ്, ശൈലേന്ദ്രൻ നടക്കുതാഴെ, മടപ്പള്ളി പ്രമോദ്, രാജേഷ് മാടായി തുടങ്ങിയവർ സംബന്ധിച്ചു. അത്യന്തം ആവേശകരമായ മത്സരം കാണാൻ വൻ ജനാവലിയാണ് മാടായിയിൽ എത്തിച്ചിരുന്നത്. ഉത്തര കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൊടക്കാട് വെൽഫെയർ യു പി സ്കൂളിന് വേണ്ടി സ്കൂളിലെ കലാധ്യാപകന്റെ കരവിരുതിൽ ഗാന്ധി ശില്പം ഒരുങ്ങി. ഗാന്ധി സൂക്തങ്ങൾ ഓർമ്മിക്കുവാനും ജീവിതത്തിൽ പകർത്താനും കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗീതയും കയ്യിലേന്തിയ ഗാന്ധിജിയുടെ 12 അടി വരുന്ന പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. ലോകരാഷ്ട്രങ്ങളിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ബഹുമാന്യത നാൾക്കുനാൾ കൂടി വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിദ്യാലയാന്തരീക്ഷം ഗാന്ധിജിയെ മറക്കാതിരിക്കുവാനും ഗാന്ധി തത്വങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതചര്യയാക്കുവാനും പ്രചോദനമേകുവാനും ഉദ്ദേശിച്ചാണ് സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ വക 12 അടി ഉയരത്തിലുള്ള ഗാന്ധി പ്രതിമ കലാധ്യാപകനായ വാസുദേവൻ നമ്പൂതിരി രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയും ഗാന്ധി സൂക്തങ്ങളും ആലേഖനം ചെയ്തിട്ടുമുണ്ട്. 2 വർഷം മുൻപ് വാൽമീകി മഹർഷിയുടെ പ്രതിമയും വാസുദേവൻ നമ്പൂതിരി സ്കൂളിന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വാൽമീകം മൂടി. ഗാന്ധിജിയുടെ എളിമയും ലാളിത്യവും ചിത്രീകരിക്കുന്ന ഒരു ശില്പമാണിത്. അത് സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ എന്തായാലും വളരെ അഭികാമ്യം ആയത് കൊണ്ടാണ് ആ ശില്പം തന്നെ ചെയ്യാൻ തയ്യാറായത്. എന്താ പറയുക, കയ്യിലുള്ളത് ഭഗവത്ഗീതയാണ്. ഗീതയുടെ ജ്ഞാനം ഈ ലോകത്തിന് തന്നെ അതിൻ്റെ അന്തസത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി തയ്യാറായിട്ട് അതിൻ്റെ ഒരു ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ളൊരു ദൃശ്യമാണിത്. ഗരുഡനെ ശിരസാവഹിച്ച മഹർഷിയുടെ പ്രതിമ സ്കൂൾ അങ്കണത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്പേസ് എഴിലോടിന്റെ ആഭിമുഖ്യത്തിൽ ഗളസ്തനദു ഭക്ഷ്യ വൈവിധ്യമേളയുടെ വിഭവ പരിശീലന പരിപാടി പുറച്ചേരി കേശവതീരത്തിൽ നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമനാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ നടക്കുന്ന മേളയിൽ ഒരുക്കേണ്ട ചേനവട, ചേനപ്പായസം, പഴംപായസം, കാച്ചിൽ ഉപ്പുമാവ്, ഊത്തപ്പഴം പായസം, ചൂടാകാത്ത ലഘുപാനീയങ്ങൾ, വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ട ആയുർവേദ പാനീയങ്ങൾ എന്നിവ തയ്യാറാക്കേണ്ട പരിശീലനമാണ് നടന്നത്. പിന്നെന്താ വേണം പറയാം, അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ് ഒന്നും ചെയ്യേണ്ട, അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം, റോബസ്റ്റ പഴമായി, അണ്ടിപ്പരിപ്പായി, മുന്തിരിയായ, തേങ്ങാപ്പാൽ, ഈത്തപ്പഴം, 5 സാധനമേ വേണ്ടു. ആവശ്യത്തിന് വേണമെങ്കിൽ ഈത്തപ്പഴം കോസ്റ്റ്ലി ആയതുകൊണ്ട് വെല്ലം വളരെ ലേശം കരുതാം വെക്കാൻ വേണ്ടി. ഇനി അത് ഉണ്ടാക്കേണ്ട രീതി ഒന്നും വേണം. തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചു, 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചു. ശ്രീമതി അജിതകുമാരി പരിശീലനത്തിന് നേതൃത്വം നൽകി. പരിയാരം സെന്റ് സേവിയർ പള്ളി ഇടവക വികാരി ഫാദർ സന്തോഷ്, നല്ലഭൂമി ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് VC വിജയൻ, TS രവീന്ദ്രൻ, PP രാജൻ, K നാരായണൻ, K ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. മേടസാന്നിധ്യം വിളിച്ചോതി കർണികാരങ്ങൾ പൂത്തുതുടങ്ങി. വിഷുക്കാലം കർണികാര വസന്തമായാണ് അറിയപ്പെടുന്നത്. വിഷുവിന്റെ സമാഗമം വിളിച്ചറിയിക്കുക കൂടിയാണ് പൊന്നണിഞ്ഞ കർണികാര പുഷ്പങ്ങൾ. മേടസാന്നിധ്യം വിളിച്ചോതി കർണികാരങ്ങൾ പൂത്തുലഞ്ഞു. മലയാളി മനസ്സിൽ മറ്റൊരു പുഷ്പത്തിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ഈ സുവർണ പുഷ്പത്തിനുള്ളത്. വിഷുക്കാലം കർണികാര വസന്തമായാണ് അറിയപ്പെടുന്നത്. വിഷുവിൻ്റെ സമാഗമനം വിളിച്ചോതുക കൂടിയാണ് പൊന്നണിഞ്ഞ കർണികാര വൃക്ഷങ്ങൾ. സർവാംഗം പൊന്നണിഞ്ഞ് സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും വിളംബരവുമായാണ് ഗ്രീഷ്മതീഷ്ണതയിൽ കണിക്കൊന്നകൾ കണ്ണിനും കരളിനും കുളിർമയേകി പൂത്തുലയുന്നത്.
വിത്തിറപ്പിൻ്റെ പ്രാർത്ഥനാഭരിത കാലത്തിൽ മണ്ണിൽ പൊന്നുവിളയുമെന്ന പ്രതീക്ഷകളുടെ വിളംബരപ്പെടുത്തലാണ് ഈ കർണികാര പുഷ്പസമൃദ്ധി എന്നാണ് വിശ്വാസം. മണ്ണിൽ മടങ്ങുന്ന കർഷകരൊന്നടങ്കം ഹൃദയത്തിലേറ്റിയ പുഷ്പമാണിത്. മലയാളക്കരയുടെ ദേശീയ പുഷ്പം. വരണ്ടുണങ്ങിയ ഗ്രീഷ്മ പ്രകൃതിക്കൊപ്പം ഫലസമൃദ്ധിയുടെ വിളവുകാലം വന്നെത്തുമെന്ന വിളിച്ചോതൽ കൂടിയാണ് ഈ കർണികാര സമൃദ്ധി. മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം 13ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകാത്തതിനെതിരെ 100 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു നിരാഹാര സമരം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ നടത്തിയപ്പോൾ അതിന്റെ അവസാന നാളുകളിൽ എന്നെയായിരുന്നു ആ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അതിന്റെ സമരസമിതി നിശ്ചയിച്ചത്. ആ അവസരത്തിൽ ആശ്രയ സംഘത്തിന്റെ ഇവിടെയുള്ള പ്രവർത്തകന്മാരെല്ലാം വന്ന് ആ സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി ആശ്രയ സംഘം മെമ്പർമാർക്ക് പയ്യന്നൂർ ഫോട്ടോ ഫ്രണ്ട്സ് ആൻഡ് വാട്സപ്പ് കൂട്ടായ്മയുടെ കിറ്റ് വിതരണവും അരി വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മിക്കുട്ടി ടീച്ചറും ജിഷയും നിർവഹിച്ചു. ചികിത്സാ സഹായ വിതരണം പയ്യന്നൂർ നേതാജി ഫൗണ്ടേഷൻ ചെയർമാൻ കെ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. എൻ വി ഭാർഗവൻ, എം ചന്ദ്രിക, ഉഷാകുമാരി, പി വി രവീന്ദ്രൻ, വേലായുധൻ, ടി ഗോവിന്ദൻ, കെ ഇ ശോഭന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കടന്നപ്പള്ളി ഡിവിഷൻ കുടുംബസംഗമം ചന്തപ്പുര AKG മന്ദിരത്തിൽ നടന്നു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. മിക്കവാറും തോട്ടങ്ങളൊന്നും തന്നെ ടാപ്പ് ചെയ്യുന്നു. റബ്ബർ നടുന്നതിന് 5-8 വർഷം മുന്നേ പരിപാലിച്ച് നല്ല മരമാക്കി മാറ്റിയെടുക്കുന്നത് വിവിധ ബാങ്കുകളെ ആശ്രയിച്ച് കൃഷിക്കാർക്ക് കടം തീർക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് കാണപ്പെടുന്ന ജില്ലയിൽ 2-3 കൊല്ലം നല്ല ഉത്സാഹമായി ഇപ്പോൾ ആ വില്ലേജ് ശോഭമുള്ളതാണ്. അവർക്ക് റബ്ബറല്ലാതെ വേറെ ഒരു തീരുമാനവും. ഡിവിഷൻ പ്രസിഡന്റ് മാടക്ക ദാമോദരൻ അധ്യക്ഷനായി. സെക്രട്ടറി പി വി ഭാസ്കരൻ, CPIM കടന്നപ്പള്ളി ലോക്കൽ സെക്രട്ടറി TV ചന്ദ്രൻ, CITU പഞ്ചായത്ത് കൺവീനർ TV മോഹനൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും കുടുംബസംഗമം തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ മാത്തിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 2ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സ്വീകരണം. പയ്യന്നൂർ, മാത്തിൽ, വടവന്തൂർ, എരമം, മുതുകാട്ടുകാവ്, മാതമംഗലം റൂട്ടിലോടുന്ന KSRTC ബസ് സർവീസ് 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. 2ാം വാർഷികത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബസ്സിന് സ്വീകരണം നൽകി. എരമം സൗത്ത് LP സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണിത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ഈ ബസ് ഈ റൂട്ടിലൂടെ വലിയ മുടക്കമൊന്നും വരുത്താതെ ഓടിയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ ഇത്തരം ഗ്രാമീണ റൂട്ടുകളിൽ നടക്കാത്തൊരു കാര്യമാണ്. പഞ്ചായത്ത് അംഗം MV ചന്ദ്രൻ, കാജ ഹുസൈൻ, KTP മുരളീധരൻ, ഷാജി വർഗീസ്, ബിജു ജോൺ, MK കൃഷ്ണൻ, P ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ജനശ്രീ, ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നിവയുടെ നേതൃത്വത്തിൽ എരമം നടുവിലെ കുനിയിൽ സ്വീകരണം നൽകി. ബസ്സിന് പൂമാല ചാർത്തുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. NV മധുസൂദനൻ, KP ശൈലേഷ് കുമാർ, REV രാമചന്ദ്രൻ, K രാജീവൻ, P വിജയ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ 1 വർഷക്കാലമായി നടത്തിവന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതി ഇൻസ്പയർ സമാപിച്ചു. പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്ന സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ഡോക്ടർ SP മനോജ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തൃക്കരിപ്പൂർ ചാപ്റ്ററിന്റെ സഹകരണത്തോടെയാണ് തുടർ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചത്. 1 വർഷമായി ക്യാൻസർ വന്ധ്യതാരംഗത്ത് നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സമാപനം പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്നു.
സമാപനത്തിന്റെ ഭാഗമായി ശാസ്ത്ര സെമിനാറും നടന്നു. ഡോക്ടർ വിനു കൃഷ്ണൻ ക്യാൻസറിനെക്കുറിച്ചും ഡോക്ടർ ശ്രീവിദ്യ വന്ധ്യതയെക്കുറിച്ചും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ SP മനോജ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ ആരും ഉദ്ദേശിച്ചിട്ടല്ല ഞാനീ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാനുള്ള ഓരോ ഷുഗർ ഓഫ് മിൽക്കായിട്ട് അല്ലെങ്കിൽ വെഹിക്കിളായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാനിത് നിങ്ങളിൽ മുന്നിൽ പറയുന്നത്. ഒരു സംഘടന നമുക്കില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന തുരുത്തുകളായി മാത്രം മാറും. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ, അത് ഗർജനമായാൽ കുറച്ചുകൂടി കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ് സംഘടനയുടെ അടിസ്ഥാന തത്വം. ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സുജയ നായർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ തൃക്കരിപ്പൂർ ചാപ്റ്ററിന്റെ ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വന്ധ്യത, ക്യാൻസർ ചികിത്സാ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നടത്തും. ഡോക്ടർ രാകേഷ് കുമാർ, പി രാഖിൽ, സുബിമോൾ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. എരുമയൂർ മുരളിയാണ് യജ്ഞാചാര്യൻ. ഏപ്രിൽ 3 വരെ സപ്താഹം നീണ്ടു നിൽക്കും. മാർച്ച് 27 മുതൽ ഏപ്രിൽ 3 വരെയാണ് കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹത്തിന് തുടക്കം കുറിച്ച് കുന്നരു ഊരിൽ നിന്നുള്ള കലവറ നിരക്കൽ ഘോഷയാത്ര കുന്നരു ശ്രീ വീരചാമുണ്ഡി ക്ഷേത്ര പരിസരത്തു നിന്നും, കുഞ്ഞിമംഗലം തെക്കുംപാടൂരിൽ നിന്നുള്ള ഘോഷയാത്ര കുഞ്ഞിമംഗലം വീരചാമുണ്ടേശ്വരി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിരക്കൽ ഘോഷയാത്ര വർണ്ണശബളമായി. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് യജ്ഞാചാര്യൻ ചാമണ്ടി ചന്ദ്രനന്ദി തിരിയനെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ കരിമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് യജ്ഞവേദിയിൽ ദീപപ്രോജ്വലനം നടത്തി. സപ്താഹത്തിന്റെ 5-ാം ദിനമായ ഏപ്രിൽ 1 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്രയും വൈകുന്നേരം 6:30 ലക്ഷദ്വീപ സമർപ്പണവും നടക്കും. ഏപ്രിൽ 3 ഞായറാഴ്ച സപ്താഹം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെരിക്കോസ് വെയിൻ രോഗികൾക്ക് ഡോക്ടർ റോയ് വർഗീസ് രക്ഷകനാകുന്നു. തന്റെ ഈ വർഷത്തെ ഈസ്റ്റർ ദിനവും ഡോക്ടർ തൃക്കരിപ്പൂരിലെ രോഗികൾക്കൊപ്പം ചെലവിട്ടു. വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രധാന ദൗത്യമെന്ന് ഡോക്ടർ റോയ് വർഗീസ് പറയുന്നു. തൃക്കരിപ്പൂർ റോട്ടറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വെരിക്കോസ് വെയിൻ ചികിത്സാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ പ്രധാന ദൗത്യം, ഞാൻ വീനസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയാണ്, നാഷണൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിനെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക, അത്രയേ ഉള്ളൂ. ചികിത്സ ഇനി ഒരുപാട് ഡോക്ടർമാർക്ക് ചെയ്യാൻ ഇന്ന് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ രോഗത്തിനെ പറ്റി അറിയിക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ഷൻ തെറാപ്പി ചെയ്ത ഡോക്ടർ റോയ് വർഗീസ് ആണെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് ഭാരവാഹിയുമായ ഡോക്ടർ കെ സുധാകരൻ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു. ഓപ്പറേഷനോ അനസ്തേഷ്യയോ കൂടാതെ വെരിക്കോസ് വെയിൻ ഇഞ്ചക്ഷൻ കൊണ്ട് ആശ്വാസം ലഭിച്ചവരും അഭിപ്രായം പങ്കുവച്ചു. സിരകൾ യഥാർത്ഥ അവസ്ഥയിൽ നിന്നും വികാസം പ്രാപിച്ച് വക്രഗതിയിലായി ത്വക്കിനടിഭാഗത്തുള്ള ധാതുക്കളിൽ കാണുന്നു. കാലിൽ അസഹനീയമായ വേദനയും മാംസപേശികളുടെ കോച്ചുവലിവും അനുഭവപ്പെടുന്നു. ഈ രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് കേടായ ഞരമ്പുകൾ കനം കുറയുന്നത് മൂലം ഞരമ്പ് പൊട്ടിയാൽ 1 ലിറ്ററോളം ചോര വാർന്നു പോവുകയും രോഗി മരണപ്പെടുവാൻ ഇടവരികയും ചെയ്യുന്നു. തൃക്കരിപ്പൂർ റോട്ടറിയുടെ നേതൃത്വത്തിൽ 5-ാം തവണയാണ് ഡോക്ടറുടെ സേവനം തൃക്കരിപ്പൂരിൽ ലഭ്യമാക്കുന്നത്. ഇത് അനുദിനം രോഗം വർദ്ധിച്ചു വരുന്ന രോഗികൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരുവാമ്പ വോളി ടൂർണമെന്റിൽ 2-ാം സെമിയിൽ റിക്രിയേഷൻ ചെമ്പ്രാക്കാനത്തെ പരാജയപ്പെടുത്തി ജോളിക്കാനായി ഫൈനലിലെത്തി. പെരുവാമ്പ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ലഫ്റ്റനന്റ് കേണൽ വീരേന്ദ്രകുമാർ ക്ലബ്ബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ഗ്രാമീണ വോളിയിൽ കൈരളി പെരുന്തട്ടയെ പരാജയപ്പെടുത്തി സഹൃദയ പെരുവാമ്പ ഫൈനലിലെത്തി.
തുടർന്ന് നടന്ന ഉത്തരമേഖലാ വോളിയിൽ റീക്രിയേഷൻ ചെമ്പ്രകാനത്തെ ഏകപക്ഷീയമായ 3 സെറ്റുകൾക്ക് തകർത്ത് ജോളിക്കാനായും ഫൈനലിൽ കടന്നു. ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഗ്രാമീണ വോളിയിൽ സഹൃദയ പെരുവാമ്പ നേതാജി ഓലമ്പാടിയെയും ഉത്തരമേഖലാ വോളിയിൽ ജോളിക്കാനായി വോളി ടീം കരുവഞ്ചാലിനെയും നേരിടും. ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ നിരവധി പേരാണ് കാണികളായി എത്തിച്ചേരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ വാർഷികാഘോഷ ഭാഗമായി യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രെയിനിങ് കഴിയാനും കഴിഞ്ഞും ഒക്കെ അധ്യാപകന്മാർ വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുപക്ഷെ ഇത് വേണ്ടെങ്കിൽ നാളെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്ന പഴയകാല വിദ്യാഭ്യാസ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പുതിയ മാറ്റമെല്ലാം അവരുടെ മനസ്സിനകത്തും ഒരു വലിയ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അത്ഭുതമോ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നതിൽ സംശയം. PTA പ്രസിഡന്റ് K. രാജഗോപാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉപഹാര സമർപ്പണവും P. നാരായണൻകുട്ടി എൻഡോമെന്റ് വിതരണവും നടത്തി. CC കുഞ്ഞിരാമൻ മാസ്റ്റർ, KV ദേവദാസ് മാസ്റ്റർ, KV അരുണ, VV സുലോചന, P. കൃഷ്ണൻ, AP നിർമ്മലാഭായ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര കാട്ടച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്രയും നടന്നു. വെങ്ങര ശാസ്താംകോട്ടം അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും വനിതാ വാദ്യസംഘത്തിന്റെ അകമ്പടിയോടെയാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറക്കൽ ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് അന്തിത്തറ വെള്ളാട്ടം, അന്നദാനം, സന്ധ്യവേല, കളിക്കപ്പാട്ട്, തൊഴുതുകെട്ട് എന്നിവ നടന്നു. മാർച്ച് 28 തിങ്കളാഴ്ച പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ മാലിന്യ സംസ്കരണം രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ അജണ്ടയായി എടുക്കേണ്ടതുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങൾ. അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ അതിൻ്റെ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഇതിനൊരു പരിഹാരം കാണുന്നതിനാവശ്യമായി നേരത്തെ തന്നെ ജനകീയ ആസൂത്രണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണത്തിന് അതാത് ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ പദ്ധതി ആസൂത്രണം നടത്തണം എന്ന നിലയിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കാൻ നിർദ്ദേശമെല്ലാം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പയ്യന്നൂർ ബ്ലോക്കിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളെല്ലാം വേർതിരിച്ച് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ചെടുത്ത് സംസ്കരിക്കാനുള്ള ഒരു കേന്ദ്രം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ പദ്ധതി ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം പുതിയ പുതിയ പദ്ധതി കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടും കേരളത്തിലെ പാരിസ്ഥിതികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. പുഴ, നമ്മളെ തോട്, കുളങ്ങൾ, ഇതിലെല്ലാം മാലിന്യങ്ങൾ കൊണ്ട്
ഇടുന്നത് ജനങ്ങൾ തന്നെ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെ എല്ലാ കച്ചറവും രാത്രി നമ്മൾ ഈ പുന്നാക്കടവ് പാലം പോലെയില്ല അതിൻ്റെ താഴെ നിക്ഷേപിച്ചോളുക. രാവിലെ ആകുമ്പം ഏറ്റം വരുമ്പോൾ ഇങ്ങനെ പൊന്തി കിടക്കും. പക്ഷേ ഈ മാലിന്യ സംസ്കരണം എന്തു വന്നാലും നിർബന്ധമായിട്ട് ഓരോരോ പഞ്ചായത്തിനും വേണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അതുപോലെ പഞ്ചായത്ത് നമ്മുടെ ഈ ഒരു പ്രദേശമായിരുന്നാൽ പോലും പറവൂർ എന്ന ഈ പ്രദേശമായിരുന്നാൽ പോലും നമുക്കറിയാം ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു മാലിന്യം ഇട്ട് വെക്കുന്നതിന് വേണ്ടി അല്ലാതെ നമുക്ക് റോഡിൽ വലിച്ച് അതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് അതിനൊരു സൗകര്യം ഒരുക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ആരോഗ്യവകുപ്പിനോടും പഞ്ചായത്തിനോടെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി ഇപ്പം പുതിയ ഇലക്ഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. ഇത് നാടിന് ഏറ്റവും ഗുണകരമായിരിക്കും എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് സമാപനം. പിലാത്തറ ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. ഞായറാഴ്ച പുലർച്ചെയോടെ ബസ്സും ടാങ്കറും കൂട്ടിയിടിച്ചു. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ EMS AKG സ്മൃതി പ്രഭാഷണ പരമ്പര സമാപിച്ചു. സക്രിയമായ പ്രതിരോധം തീർക്കുന്ന കീഴാളരോടൊപ്പമാണ് നാം നിലകൊള്ളേണ്ടതെന്ന് ഡോക്ടർ അനിൽ ചേലേമ്പ്ര. കശുവണ്ടി വില കുതിച്ചുയരുമ്പോഴും ഉൽപാദനം കുറയുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. പുതിയ കാലത്തെ കഥകളിൽ മിക്കവയും സാങ്കേതികതയിലാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും ഇത്തരം കഥകൾക്ക് ആത്മാവില്ലെന്നും കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.